പ്രിയമുള്ളവരെ, ഹജ്ജ് കമ്മിറ്റിയുടെ ഹജ്ജ് 2024 അപേക്ഷാ സമർപ്പണം ആരംഭിച്ചിരിക്കുന്നു. എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഹജ്ജ് അപേക്ഷകൾ സമർപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പുമായിട്ടുള്ള വിവരണമാണ് പറയുന്നത്. ആദ്യം നമുക്ക് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ്, എന്തെല്ലാം രേഖകൾ ആവശ്യമുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അപേക്ഷ സമർപ്പിക്കാൻ hajjcommittee.gov.in എന്ന സൈറ്റിലും കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ വെബ്സൈറ്റായ kerala-hajjcommittee.org എന്ന വെബ്സൈറ്റിലും ലിങ്ക് അവൈലബിൾ ആണ്. ഹജ്ജ് സുവിധ എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകരുടെ പാസ്പോർട്ടിന്റെ കാലാവധി 31/1/2025 വരെ ഉണ്ടായിരിക്കേണ്ടതാണ്. അഥവാ പാസ്പോർട്ട് കാലാവധി അത്ര ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് റിന്യൂ ചെയ്തതിന് ശേഷം അപേക്ഷ സമർപ്പിക്കാം. 3 കാറ്റഗറിയിലാണ് ഇത്തവണ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. ഒന്ന്, ജനറൽ കാറ്റഗറി. ജനറൽ കാറ്റഗറിയിൽ നമ്മളുടെ ബന്ധുക്കളും കുടുംബക്കാരുമായിട്ടുള്ള 5 പേർക്ക് വരെയും 2 ഇൻഫന്റ്, അതായത് 2 വയസ്സ് തികയാത്ത കുട്ടികൾക്ക് വേണമെങ്കിലും ഈ കാറ്റഗറിയിൽ അപേക്ഷിക്കാവുന്നതാണ്. ഈ കാറ്റഗറിയിൽ കവർ ലീഡർ പുരുഷനായിരിക്കണം. കവറിലുള്ളവരുടെ പണമിടപാട് ചുമതലയും കവർ ലീഡർ, അതായത് കവർ ഹെഡിനായിരിക്കും. ഇൻഫന്റ് എന്നുള്ളത് 21/7/2022 അതിനുശേഷമോ ജനിച്ച കുട്ടികളെ ഇൻഫന്റായി ജനറൽ കാറ്റഗറിയിൽ രക്ഷിതാക്കൾക്കൊപ്പം ഉൾപ്പെടുത്താവുന്നതാണ്. രണ്ടാമത്തെ കാറ്റഗറി 70+. 3/12/2023 70 വയസ്സ് പൂർത്തിയായ, അതായത് 3/12/1953 അതിനു മുമ്പോ ജനിച്ചവർ. നമ്മളുടെ പാസ്പോർട്ടിൽ 3/12/1953 അതിനു മുമ്പോ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളവർക്ക് 70+ കാറ്റഗറിയിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതിൻ്റെ നിബന്ധനയുള്ളത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹജ്ജ് ചെയ്തിട്ടില്ലാത്തവരായിരിക്കണം എന്നുള്ളതാണ്. കാരണം 70+ കാറ്റഗറിയിൽ നറുക്കെടുപ്പില്ലാതെ തന്നെ അവർക്ക് ഹജ്ജിന് സെലക്ഷൻ കിട്ടുന്നതാണ്. 70+ കാറ്റഗറിയിൽ 70 വയസ്സ് പ്രായമുള്ള ഹാജിയുടെ കൂടെ സഹായിയായിട്ട് നിർബന്ധമായും ഒരാൾ ഉണ്ടായിരിക്കേണ്ടതാണ്. 70+ കാറ്റഗറിയിൽ 70 വയസ്സുള്ള ഹാജിയുടെ കൂടെ ഒരു സഹായിക്കും യാത്ര ചെയ്യാം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2 70 വയസ്സുള്ള ഹാജിമാരും അവരുടെ കൂടെ 2 സഹായികളും എന്നുള്ള രീതിയിലും അപേക്ഷ സമർപ്പിക്കാം. 3 പേർക്ക് ഈ വിഭാഗത്തിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല. ഒരു 70 വയസ്സുള്ളതും 2 സഹായിക്കും സാധിക്കില്ല. അതുപോലെ 2 70 വയസ്സുള്ള ആളും ഒരു സഹായി, ആ രീതിയിലും സാധിക്കില്ല. ഒന്നുകിൽ ഒരു 70 വയസ്സുള്ള ഹാജിയും അദ്ദേഹത്തിൻ്റെ സഹായിയും, അല്ലെങ്കിൽ 2 70 വയസ്സുള്ള ഹാജിമാരും അവരുടെ സഹായികളും. ഹജ്ജിമാർക്കും 70 വയസ്സുള്ളവർക്കും ഇതേ കാറ്റഗറിയിൽ ഇതേ രീതിയിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 70 വയസ്സ് പ്രായമുള്ള ആളുടെ കൂടെ സഹായിയായിട്ട് വരാൻ സാധിക്കുന്നത് ഭാര്യ, ഭർത്താവ്, മകൻ, മകൾ, മകളുടെ ഭർത്താവ്, മകൻ്റെ ഭാര്യ, സഹോദരൻ, സഹോദരി, മകളുടെ മകൻ, സ്വന്തം സഹോദരപുത്രൻ, സഹോദരി പുത്രി എന്നിങ്ങനെ വരുന്ന ആളുകളായിരിക്കണം. അവർ തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന രേഖയും ഹാജരാക്കേണ്ടതുണ്ട്. 70 വയസ്സ് കാറ്റഗറിയിലുള്ള സഹായിയോ അല്ലെങ്കിൽ 70 വയസ്സായ ആളുകൾ ആരെങ്കിലും ഒരാളോ യാത്ര എന്തെങ്കിലും കാരണവശാൽ റദ്ദാക്കുകയാണെങ്കിൽ കൂടെ യാത്ര ചെയ്യുന്ന അവരുടെ യാത്രയും റദ്ദാകുന്നതാണ്. മൂന്നാമത്തെ കാറ്റഗറി വരുന്നത് ലേഡീസ് വിത്തൗട്ട് മെഹ്റം കാറ്റഗറി എന്നാണ്. 3/12/2023 45 വയസ്സ് പൂർത്തിയായ, അതായത് 3/12/1978 അതിനു മുമ്പോ ജനിച്ചവർ. ഹജ്ജ് നിർവഹിക്കാൻ അവർക്ക് പുരുഷൻ മെഹ്റമായി ഇല്ലാത്ത 5 സ്ത്രീകൾക്ക് വരെ ഒരുമിച്ച് ഒരു കവറിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അപേക്ഷ സമർപ്പണവുമായി ബന്ധപ്പെട്ട് വരുന്ന കാറ്റഗറി വരുന്നത്. ഹജ്ജ് അപേക്ഷ സമർപ്പണവുമായി ബന്ധപ്പെട്ടിട്ട് ആവശ്യമായ രേഖകൾ 31/1/2025 വരെ എങ്കിലും കാലാവധിയുള്ള
പാസ്പോർട്ടിൻ്റെ ആദ്യ പേജും അവസാന പേജും സ്കാൻ ചെയ്യണം. മുഖം വ്യക്തമായി കാണുന്ന വെള്ളപ്രതലത്തിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കവർ ഹെഡിൻ്റെ പേരിലുള്ള ക്യാൻസൽഡ് ചെക്ക് ലീഫോ പാസ്ബുക്കിൻ്റെ പകർപ്പോ. അതിൽ ശ്രദ്ധിക്കേണ്ടത് IFSC കോഡും ബ്രാഞ്ച് കോഡും അടങ്ങുന്ന അക്കൗണ്ട് തന്നെ വേണം എന്ന് നിർബന്ധമാണ്. NRI അക്കൗണ്ടുകൾ സ്വീകാര്യമല്ല. അടുത്തത് കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് 2 ഡോസും അടിച്ചതിൻ്റെത്. നമ്മളുടെ അഡ്രസ്സ് പാസ്പോർട്ടിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ അഡ്രസ്സ് തെളിയിക്കുന്ന രേഖകൾ, ആധാർ കാർഡോ ബാങ്ക് പാസ്ബുക്കോ ഇലക്ഷൻ ID കാർഡോ തുടങ്ങിയ രേഖകൾ വെക്കാവുന്നതാണ്. മറ്റു ആവശ്യമായ വിവരങ്ങൾ എന്തെല്ലാം വേണമെന്ന് നോക്കാം. അപേക്ഷകനെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു മൊബൈൽ നമ്പറും ഒരു സെക്കൻഡറി മൊബൈൽ നമ്പറും ആവശ്യമാണ്. ആധാർ നമ്പർ വേണം, രക്തഗ്രൂപ്പ്, പാൻ കാർഡ് നമ്പർ, നമ്മളുടെ നോമിനി ആരാണോ അവരുടെ പേര്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ. ഒരു കവറിൽ അപേക്ഷിക്കുന്ന എല്ലാ അപേക്ഷകരുടെ ഈ ഡീറ്റെയിൽസും വേണം. അതിൽ ബാങ്ക് പാസ്ബുക്കിൻ കവർ ഹെഡിൻ്റേത് മാത്രം മതി. ബാക്കിയുള്ള എല്ലാവരുടെയും ഈ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിലെ രേഖകൾ നിർബന്ധമായിട്ടും വേണം. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ആദ്യം രേഖകളായിട്ട് ഒരുക്കേണ്ടതും വിവരങ്ങളായിട്ട് ശേഖരിച്ചു വെക്കേണ്ടതും. ഇനി നമുക്ക് എങ്ങനെ അപേക്ഷ ഓൺലൈനിൽ സമർപ്പിക്കാം എന്നുള്ളതിന് നോക്കാം. നമ്മളുടെ കമ്പ്യൂട്ടറിൽ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് www.hajcommittee.gov.in എന്ന് പറയുന്ന അഡ്രസ് ബാറിൽ എൻ്റർ ചെയ്യുക. അതുമല്ലെങ്കിൽ google.com തുറന്ന് ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് ആദ്യ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ ഹജ്ജ് 2024 എന്ന് പറയുന്ന ഓപ്ഷനിൽ പിൽഗ്രിം ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒരു ലോഗിൻ ചെയ്യേണ്ട ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ആദ്യമായി ലോഗിൻ വരുന്നവർ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അപേക്ഷകൻ്റെ മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. തുടർന്ന് സെൻഡ് OTP എന്ന് ക്ലിക്ക് ചെയ്യുന്നു. OTP മൊബൈൽ വരുന്നത് എൻ്റർ ചെയ്ത് വെരിഫൈ OTP ക്ലിക്ക് ചെയ്യുക. OTP വെരിഫൈഡ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് വരും, കറക്റ്റ് OTP എൻ്റർ ചെയ്താൽ. തുടർന്ന് ഇമെയിൽ ID എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മാൻഡാറ്ററി അല്ല. ഫസ്റ്റ് നെയിം മാൻഡാറ്ററി ആയി എൻ്റർ ചെയ്യുക, ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്യുക. മിഡിൽ നെയിം മാൻഡാറ്ററി ആയിട്ടുള്ളതല്ല. തുടർന്ന് നമ്മൾ അക്കൗണ്ടിന് ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിൻ്റെ കൺഫേം പാസ്വേഡിലും എൻ്റർ ചെയ്യുക. തുടർന്ന് സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ഡിസ്ട്രിക്റ്റും സെലക്ട് ചെയ്യുക. താഴെ കാണുന്ന സെക്യൂരിറ്റി കോഡ് ക്യാപ്ച എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ അമർത്തുക. ഇതോടുകൂടി അക്കൗണ്ട് ക്രിയേഷൻ പ്രോസസ്സ് പൂർത്തീകരിച്ചിരിക്കുന്നു. ശേഷം നമ്മൾ എൻ്റർ ചെയ്ത മൊബൈൽ നമ്പർ യൂസർ നെയിമായിട്ടും എന്താണോ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ആ പാസ്വേഡും എൻ്റർ ചെയ്ത് ക്യാപ്ചയും എൻ്റർ ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അക്കൗണ്ട് ഓപ്പൺ ആയി വരുന്നതാണ്. ശേഷം വലതുവശത്ത് മുകളിൽ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കും. വലതുവശത്ത് മുകളിലുള്ള ഐക്കണിൽ ചേഞ്ച് പാസ്വേഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിലവിലുള്ള പാസ്വേഡ് നമുക്ക് ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ലോഗൗട്ട് ബട്ടണും അവിടെ ലഭ്യമാണ്. ലോഗിൻ ചെയ്തതിന് ശേഷം അപേക്ഷാ സമർപ്പണത്തിന് ആദ്യം നമ്മൾ അപേക്ഷിക്കുന്നത് ഏത് കാറ്റഗറിയിലാണ് എന്നുള്ളത് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തീരുമാനമെടുത്തിരിക്കണം. 70+ കാറ്റഗറിയിൽ ഉൾപ്പെടുമോ, ലേഡീസ് വിത്തൗട്ട് മാറത്തിൽ ഉൾപ്പെടുമോ, ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുമോ എന്നുള്ളത്
മനസ്സിലാക്കിയതിനു ശേഷം ആ കാറ്റഗറിയിൽ മാത്രം അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ജനറൽ കാറ്റഗറിയിലുള്ള ഒരു അപേക്ഷയാണ് സമർപ്പിക്കാൻ ശ്രമിക്കുന്നത്. ജനറൽ സെലക്ട് ചെയ്തു. എത്ര ആളുകൾ അപേക്ഷ സമർപ്പിക്കാനുണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്പർ ഓഫ് ഇൻഫന്റ്, എത്ര 2 വയസ്സിൽ താഴെയുള്ള എത്ര കുട്ടികളുണ്ട് എന്നുള്ളത്, ഇല്ല എങ്കിൽ 0 കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ അക്കൗണ്ട് ലോഗിൻ ആയി കഴിഞ്ഞാൽ കവർ ഹെഡ്, അതായത് കവറിലെ പ്രധാനി ആയിട്ടുള്ള ആളുടെ വിവരങ്ങളാണ് ആദ്യം എൻ്റർ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം തന്നെ 2 അപേക്ഷകർ എന്ന് സെലക്ട് ചെയ്തതുകൊണ്ട് 2 പേരുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള കവർ ഹെഡ് കോ പിൽഗ്രിം 1 എന്നായിട്ട് കാണിക്കും. ഇനി 4 അപേക്ഷകരെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കവർ ഹെഡ് എന്നും കോ പിൽഗ്രിം 1, കോ പിൽഗ്രിം 2, കോ പിൽഗ്രിം 3 ഈ രീതിയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ആദ്യം പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്യുക. എവിടെയാണ് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തത് എന്നുള്ളത് എൻ്റർ ചെയ്യുക. പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ് സെലക്ട് ചെയ്യുക. പാസ്പോർട്ട് എക്സ്പയർ ആവുന്ന ഡേറ്റ് സെലക്ട് ചെയ്യുക. അതിൽ ശ്രദ്ധിക്കേണ്ടത് 31/1/2025 മുമ്പുള്ള ഡേറ്റുകൾ ഡിസേബിൾ ആയിരിക്കും. അതോ അതിന് ശേഷമുള്ള ഡേറ്റോ ആയ പാസ്പോർട്ട് മാത്രമേ നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് നെയിം പാസ്പോർട്ടിൽ ഉള്ള പോലെ തന്നെ എൻ്റർ ചെയ്യേണ്ടതാണ്. മിഡിൽ നെയിം ഉണ്ടെങ്കിൽ മാത്രം എൻ്റർ ചെയ്യുക, മാൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡ് അല്ല. ലാസ്റ്റ് നെയിം, അതായത് സർനെയിം എന്താണോ അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അതും ഉണ്ടെങ്കിൽ മാത്രം എൻ്റർ ചെയ്യുക. ഫസ്റ്റ് നെയിം മാൻഡേറ്ററി ആണ്. പാസ്പോർട്ടിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ചെയ്യേണ്ടതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് പാസ്പോർട്ടിൽ ഉള്ള പോലെ എൻ്റർ ചെയ്യുക. അതെല്ലാം ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിന് കറസ്പോണ്ടിങ്ങുള്ള ഏജ് ഇവിടെ കാണിക്കുന്നതാണ്. പ്ലേസ് ഓഫ് ബർത്ത് എവിടെയാണെന്നുള്ളത് എൻ്റർ ചെയ്യുക. അത് നമ്മുടെ പാസ്പോർട്ടിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ജെൻഡർ, അതായത് കവറിലെ പ്രധാനി, ജനറൽ കാറ്റഗറിയിൽ കവറിലെ പ്രധാനി പുരുഷനായിരിക്കണം എന്ന് നിബന്ധനയുണ്ട്. അപ്പോൾ ലിസ്റ്റിൽ മെയിൽ നിന്ന് മാത്രമേ കാണിക്കുകയുള്ളൂ. അത് സെലക്ട് ചെയ്യുക. ഫാദറിൻ്റെ നെയിം സെലക്ട് ചെയ്യുക. മദറിൻ്റെ നെയിം, മാരീഡ് ആണോ അൺമാരീഡ് ആണോ നോട്ട് അപ്ലിക്കബിൾ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. മാരീഡ് ആണെങ്കിൽ സെലക്ട് ചെയ്യുക. ഭാര്യയുടെ നെയിം എൻ്റർ ചെയ്യുക. അത് മാൻഡേറ്ററി അല്ല. ബ്ലഡ് ഗ്രൂപ്പ് മാൻഡേറ്ററി ആണ്, അത് സെലക്ട് ചെയ്യുക. പിന്നെ വരുന്ന അക്കമഡേഷൻ കാറ്റഗറി. അക്കമഡേഷൻ കാറ്റഗറിയിൽ അസീസിയ എന്ന് മാത്രമേ ഉള്ളൂ. അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഹജ്ജ് ഗൈഡ്, കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി നമുക്ക് ഹജ്ജ് ഗൈഡ് പ്രൊവൈഡ് ചെയ്യും. അത് ഏത് ലാംഗ്വേജിൽ വേണം? മലയാളം ലിസ്റ്റിലുണ്ടാവും, സെലക്ട് ചെയ്യുക. ഇംഗ്ലീഷിൻ്റെ ഗൈഡ് മതി എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അവൈലബിൾ ആണ്, ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. അടുത്തത് അപേക്ഷകൻ്റെ, ഓരോ അപേക്ഷകൻ്റെയും ഹെൽത്ത് കണ്ടീഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ താഴെ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതിവിടെ സെലക്ട് ചെയ്യണം. മറ്റു പ്രയാസങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ എന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ കോവിഡ് വാക്സിൻ അടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. വാക്സിൻ ആദ്യ ഡോസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഏത് വാക്സിൻ ആണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഡേറ്റും നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അടിച്ച ഡേറ്റ്. 2ാം ഡോസ് അടിച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അതിൻ്റെ ഡേറ്റും സെലക്ട് ചെയ്യുക. പ്രിക്കോഷൻ ഡോസ്, കരുതൽ ഡോസായിട്ട് 3ാമത്തെ ഡോസ് പലരും അടിച്ചിട്ടുണ്ടായിരിക്കും. അത് അടിച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുത്തതിൻ്റെ ഡേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. നിർബന്ധമായിട്ടും അടിക്കാൻ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് മിക്കവാറും പേര് അടിക്കാൻ സാധ്യതയില്ല. അതേതാണോ ഉള്ളത് അത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ ആദ്യ ഡോസ് 2ാം ഡോസും അടിച്ചതിൻ്റെ രേഖകൾ സൈറ്റിൽ അപ്ലോഡ് കൂടി ചെയ്യേണ്ടി വരും. ഇനി അടുത്തതായി ചെയ്യാനുള്ളത് നമ്മളുടെ റെസിഡന്റ് അഡ്രസ്സ് എന്താണോ അത് കൊടുക്കുക എന്നുള്ളതാണ്. പാസ്പോർട്ട് പ്രകാരമുള്ള അഡ്രസ്സ് ആണെങ്കിൽ യെസ് എന്ന് ടിക്ക് ചെയ്യുക. അതല്ല സെപ്പറേറ്റ് അഡ്രസ്സ് ആണെങ്കിൽ ഒന്ന് ടിക്ക് ചെയ്തിട്ട് കൊടുക്കുക. യെസ് എന്ന് ടിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ എംബാർക്കേഷൻ പോയിന്റ്, കേരളത്തിൽ നിന്ന് 3 ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളാണുള്ളത്. ഹജ്ജ് യാത്ര പുറപ്പെടാനുള്ള പോയിന്റുകൾ. 1 കോഴിക്കോടാണ്, 2 കൊച്ചിയാണ്, 3 കണ്ണൂരാണ്. അപ്പോൾ ഏത് വേണം നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രിഫർ ചെയ്യുക. 2 എംബാർക്കേഷൻ പോയിന്റ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്.
എംബാർക്കേഷൻ പോയിന്റ് ആദ്യ പ്രിഫറൻസ് ആയി കാലിക്കറ്റ് കൊടുക്കണം, കാലിക്കറ്റ് സെലക്ട് ചെയ്യുക. രണ്ടാം പ്രിഫറൻസ് കൊച്ചി കൊടുക്കണമെങ്കിൽ കൊടുക്കുക, അതല്ല കണ്ണൂർ കൊടുക്കണമെങ്കിൽ കണ്ണൂർ കൊടുക്കുക. അത് യാത്രക്കാരുടെ സൗകര്യം അനുസരിച്ച് വേണ്ട എംബാർക്കേഷൻ പോയിന്റ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് പ്രിഫറൻസിനായിരിക്കും പ്രയോറിറ്റി കൂടുതൽ വരുന്നത്. നമ്മളുടെ പിൻകോഡ് അടിക്കുക. മൊബൈൽ നമ്പർ 2 മൊബൈൽ നമ്പർ നിർബന്ധമായി എൻ്റർ ചെയ്യേണ്ടതുണ്ട്. മൊബൈൽ നമ്പർ ഒരാൾക്ക് ഒരു മൊബൈൽ നമ്പർ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മെയിൻ നമ്പർ ഫസ്റ്റ് എൻ്റർ ചെയ്യുകയും രണ്ടാമത്തെ മൊബൈൽ നമ്പർ അവരുടെ ബന്ധുക്കളായ മക്കളുടെയോ ഭാര്യയുടെയോ ആരുടെയെങ്കിലും എൻ്റർ ചെയ്യുക. അത് അഡീഷണൽ ഇൻഫർമേഷൻ നമ്മുടെ തൊഴിൽ എന്താണെന്നുള്ളതും മറ്റു കാര്യങ്ങളും ഇവിടെ എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഇനി തൊഴിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യുക. നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താ എന്നുള്ളത് പ്രൈമറി ആണോ, SSLC ആണോ, HSC ആണോ, ഗ്രാജുവേറ്റ് ആണോ, അത് ഒന്നുമില്ലെങ്കിൽ നില്ല്, ആ രീതിയിൽ സെലക്ട് ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മളുടെ ആധാർ നമ്പർ കൂടി എൻ്റർ ചെയ്യേണ്ടത്, അതുപോലെ നമ്മുടെ പാൻ കാർഡ് നമ്പർ കൂടി എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഒരുക്കിയിരിക്കണം എന്ന് നമ്മൾ ഓൾറെഡി പറയുകയുണ്ടായി. അടുത്തത് നമ്മൾ നോമിനി ആയിട്ട് ആരെ സെലക്ട് ചെയ്യുന്നു അവരുടെ അഡ്രസ്സ് എൻ്റർ ചെയ്യുക. നോമിനിയുടെ പേരാണ് ആദ്യം വേണ്ടത്. നോമിനിയുടെ ഫാദറിൻ്റെ പേര് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേര്. നോമിനിയുമായിട്ട് ഈ അപേക്ഷൻ റിലേഷൻ എന്താണ്, അത് ഫാദറാണോ, മദറാണോ, മക്കളാണോ, ആരാണോ, ഏതാണോ റിലേഷൻ, ആ റിലേഷൻ സെലക്ട് ചെയ്യുക. നോമിനിയുടെ അഡ്രസ്സ് എൻ്റർ ചെയ്യുക. നോമിനിയുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്, നോമിനിയുടെ മൊബൈൽ നമ്പർ തുടങ്ങിയ എൻ്റർ ചെയ്യുക. ശേഷം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് പിന്നീട് എൻ്റർ ചെയ്യാനുള്ളത്. കവർ ഹെഡിന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. അത് മറ്റു കൂടെ യാത്ര ചെയ്യുന്ന കോ പിൽഗ്രീമിൻ്റെത് യാതൊരു കാരണവശാലും എൻ്റർ ചെയ്യരുത്. ആരാണോ കവർ ഹെഡ് അവരുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് മാത്രം എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. അക്കൗണ്ടുള്ള പാസ്ബുക്കിൽ എങ്ങനെയാണോ നെയിം അതുപോലെ തന്നെ നെയിം എൻ്റർ ചെയ്യുക. ഏതാണോ ബാങ്ക് നെയിം അത് എൻ്റർ ചെയ്യുക. അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക. IFSC കോഡ് എൻ്റർ ചെയ്യുക. ആർ യു പെർമിസിബിൾ റിപ്പീറ്റർ മെഹ്റം, അതായത് ഉദ്ദേശിക്കുന്നത് 70 വയസ്സ് കഴിഞ്ഞ ആളുടെ കൂടെ യാത്ര ചെയ്യാൻ ഒരു സഹായിക്ക് സാധ്യമാണ്, കമ്പാനിയൻ എന്ന് പറഞ്ഞത്. അദ്ദേഹം മുമ്പ് ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പെർമിസിബിൾ റിപ്പീറ്റർ മെഹ്റം ആണ് എന്ന് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു സ്ത്രീയുടെ കൂടെ അവർക്ക് മെഹ്റമായിട്ട് പോകുന്ന വ്യക്തികൾ മുമ്പ് ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഹജ്ജ് കമ്മിറ്റി മുഖാന്തരം ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും റിപ്പീറ്റർ മെഹ്റമായിട്ട് കണക്കാക്കുന്നതാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ മുമ്പ് ഹജ്ജ് ചെയ്ത ആളുകളാണെങ്കിൽ യെസ് എന്ന് കൊടുക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ 2 കാറ്റഗറിയിൽ മാത്രമാണ് ഹജ്ജ് യാത്ര ഹജ്ജ് കമ്മിറ്റി മുഖാന്തരം പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ആദ്യമായിട്ടാണ് ഹജ്ജ് ചെയ്യുന്നതെങ്കിൽ നോ എന്ന് കൊടുക്കുക. അടുത്തത് വരുന്ന റുബാത്ത് ഫെസിലിറ്റി അവൈലബിൾ ആണെന്നുള്ളത്, അത് നോ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. വെദർ വില്ലിംഗ് ടു അവൈൽ മെട്രോ ഫെസിലിറ്റി ഇൻ കേസ്, സൗദിയിൽ ലോക്കൽ ട്രാവലിന് വേണ്ടി മെട്രോ സൗകര്യം ആവശ്യമാണോ എന്നാണ് ചോദിക്കുന്നത്. ആവശ്യമാണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഡു യു വാണ്ട് ടു പെർഫോം അദായി കുർബാനി, അതായത് അറവ്, ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള ഫിദിയ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അറവ് കൊടുക്കേണ്ടത്, അത് ഹജ്ജ് കമ്മിറ്റി മുഖാന്തരം അടക്കണം എന്നുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് സ്വയം നമുക്ക് വാങ്ങി അറക്കുക, അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നോ എന്ന് കൊടുക്കുക. അത് നമ്മളുടെ സൗകര്യം പോലെ ചെയ്യുക. ഹജ്ജ് കമ്മിറ്റി മുഖാന്തരം അറവ് നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഹജ്ജ് കമ്മിറ്റിയുടെ അറവ് കൂപ്പൺ അവിടെ നിന്ന് ലഭിക്കുകയോ അതിനുള്ള പേയ്മെൻറ്റ് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് കൊടുക്കേണ്ടി വരും. സ്വയം പേയ്മെൻറ്റ് അടക്കാനോ അല്ലെങ്കിൽ സ്വയം അടക്കാനോ ഉദ്ദേശിക്കുന്നവർ നോ എന്ന് കൊടുക്കുക. NRI ആണോ എന്നുള്ളത് അത് സെലക്ട് ചെയ്യുക. നോ ആണെങ്കിൽ നോ. അടുത്തത് ഷിയ പിൽഗ്രിംസിനുള്ള ഓപ്ഷനാണ്. ജോഫ്ര മീക്കാത്ത് ഓപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അത് നോ എന്ന് കൊടുക്കുക. പിന്നെ മറ്റെന്തെങ്കിലും ഡിസബിലിറ്റീസ് കാരണം എന്തെങ്കിലും അസിസ്റ്റൻസ് നീഡ്, എന്തെങ്കിലും സഹായങ്ങൾ വേണോ എന്നുള്ളത് അത് നോട്ട് അപ്ലിക്കബിൾ ആണെങ്കിൽ NA എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കും. ഇനി അടുത്തത് രണ്ടാമത്തെ കൂടെ യാത്ര ചെയ്യുന്ന കോ പിൽഗ്രിമിൻ്റെ ഡീറ്റെയിൽസും ഇതുപോലെ എൻ്റർ ചെയ്യുക. നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ എൻ്റർ ചെയ്യേണ്ടത് പാസ്പോർട്ട് നമ്പർ, ഇഷ്യൂ ചെയ്ത സ്ഥലം, ഡേറ്റ് ഓഫ് പാസ്പോർട്ട്, എക്സ്പയറി, ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ഈ രീതിയിൽ ഓരോ ഫീൽഡുകളും ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ബ്ലഡ് ഗ്രൂപ്പ്, കാറ്റഗറി, ലാംഗ്വേജ്, അതുപോലെ വാക്സിൻ എടുത്ത ഡീറ്റെയിൽസ്, ഫസ്റ്റ് ഡോസ്, സെക്കൻഡ് ഡോസ്, അഡ്രസ്സ്. കവർ ഹെഡിൻ്റെ സെയിം അഡ്രസ്സ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. നോ എന്നാണെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് അഡ്രസ്സ് പുതുതായി ടൈപ്പ് ചെയ്യുക. അഡീഷണൽ ഇൻഫർമേഷൻ, ഒക്കുപേഷനും കാര്യങ്ങളും എൻ്റർ ചെയ്യുക. ആധാർ കാർഡും പാൻ കാർഡ് നമ്പർ, നോമിനിയുടെ ഡീറ്റെയിൽസ്. കവർ ഹെഡിൻ്റെ സെയിം നോമിനി തന്നെയാണ് നമുക്ക് ഉള്ളതെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ ചെയ്തിട്ട് നോമിനിയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യും. ബാങ്ക്
ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കവർ ഹെഡിൻ്റെ ഓൾറെഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അതേ ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം അതർ ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്യേണ്ടത്. റിപ്പീറ്റർ മഹറം ആണെങ്കിൽ അല്ലയോ എന്നുള്ളത് അത് നോ ആണെങ്കിൽ നോ കൊടുക്കുക. റുബാത്ത് നോ കൊടുക്കുക. മെട്രോ ഫെസിലിറ്റി വേണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതായി വേണോ എന്നുള്ളത് തീരുമാനം എടുക്കുക. NRI ആണോ, മറ്റു കാര്യങ്ങളെല്ലാം തീരുമാനം എടുത്തിട്ട് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതിൽ നമ്മൾ പിൽഗ്രിമിൻ്റെ പേരുകൾ സെലക്ട് ചെയ്യുക. 2 പേര് സെലക്ട് ചെയ്തുകൊണ്ട് ആദ്യത്തെ അപേക്ഷയുടെ പേര് സെലക്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തത് പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് പേജ്, പാസ്പോർട്ടിൻ്റെ ലാസ്റ്റ് പേജ്, ക്യാൻസൽഡ് ചെക്ക് ഓർ ബാങ്ക് പാസ്ബുക്ക്, പിന്നെ വാക്സിൻ സർട്ടിഫിക്കറ്റ്. ഇത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ഫയലിൻ്റെയും സൈസ് പരമാവധി 2 MB മാത്രമേ സാധിക്കുകയുള്ളൂ. JPG ഇമേജ് ഫോർമാറ്റായ JPG, JPEG, PNG തുടങ്ങിയ ഫോർമാറ്റുകൾ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ രീതിയിലാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഒരു കവറിലുള്ള ഓരോ അപേക്ഷകൻ്റെയും അറ്റാച്ച്മെൻറ്റുകൾ അപ്ലോഡ് ചെയ്യുക. അവസാന അപ്ലിക്കൻറ്റിൻ്റെയും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ സബ്മിറ്റ് എന്ന ബട്ടൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്കുള്ള ഗ്രൂപ്പ് ID ജനറേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഹജ്ജ് അപേക്ഷാ ഫോം സബ്മിറ്റ് ചെയ്തത് HAF ഫോം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അറ്റാച്ച്മെൻറ്റുകൾ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിനും സാധിക്കും. കവറിലുള്ളവരുടെ ഡീറ്റെയിൽസ് വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ഗ്രൂപ്പ് ഡീറ്റെയിൽസ് എടുക്കാം. ഡിലീറ്റ് ഓൾ ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എൻ്റർ ചെയ്ത ഡാറ്റകൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ആ ഡാറ്റ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. ഡിലീറ്റ് ചെയ്തത് വീണ്ടും എൻ്റർ ചെയ്യണമെങ്കിൽ വീണ്ടും ഓരോ അപേക്ഷകൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം മുതൽ തന്നെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഡൗൺലോഡ് HAF 2024 എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അപേക്ഷാ ഫോം സമർപ്പിച്ചത് കാണാൻ സാധിക്കും. അത് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാനും സാധിക്കും. നിലവിൽ നമുക്ക് അപേക്ഷാ ഫോമോ മറ്റു ഡോക്യുമെൻറ്റ്സോ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ സമർപ്പിക്കേണ്ടതില്ല. സെലക്ഷൻ പ്രോസസ്സ് പൂർത്തിയായതിനു ശേഷം മാത്രം അത്തരം ഡോക്യുമെൻറ്റുകൾ സമർപ്പിക്കേണ്ടതുള്ളൂ. ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ കയ്യിൽ കരുതുക. അപേക്ഷാ സമർപ്പണം പൂർത്തിയായതിനു ശേഷം നമ്മൾ നൽകിയ അപേക്ഷ ഓൺലൈനായിട്ട് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഓഫീസിലെത്തി നിങ്ങൾക്കുള്ള കവർ നമ്പർ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. തുടർന്ന് നറുക്കെടുപ്പിൻ്റെ സമയത്തും മറ്റും ഈ കവർ നമ്പർ ഉപയോഗിച്ച് നമുക്ക് സെലക്ഷൻ കിട്ടിയോ മറ്റോ കാര്യങ്ങളും പരിശോധിക്കാൻ സാധിക്കുന്നതാണ്.